ടോപ്പിക്കാണ്. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ എസ്ക്യൂഎല്ലിനകത്ത് എന്തെങ്കിലും ഒരു ഇവന്റ് പെർഫോം ചെയ്യുമ്പോൾ ആ ഇവന്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവന്റ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പൊ ഒരു എസ്ക്യൂഎല്ലിനകത്ത് ഇപ്പൊ നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അതൊരു ഇവന്റ് ആണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യുന്നു. അതൊരു മെത്തേഡ് ആണ്. ആ അപ്ഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് പെർഫോം ചെയ്യുന്നതിന് ഒരു ഇവന്റ് പെർഫോം ചെയ്യാന്ന് നമ്മൾ പറയും. അപ്പൊ ഒരു ഇവന്റ് പെർഫോം ചെയ്യുന്ന ടൈമിൽ അതിന്റെ കൂടെ പെർഫോം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രിഗർ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ ഒക്കെ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഡാറ്റാബേസിന്റെ ടേബിളിൽ എന്തെങ്കിലും ഇവന്റ് പെർഫോം ചെയ്യുമ്പോൾ ഡാറ്റാബേസിന്റെ ടേബിളിലാണ് നമ്മൾ ഇൻസേർട്ട് ആണെങ്കിലും അപ്ഡേറ്റ് ആണെങ്കിലും ഡിലീറ്റ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ഡാറ്റാബേസിന്റെ ടേബിളിനകത്ത് എന്തെങ്കിലും ഒരു ഇവന്റ് പെർഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. ഞാനൊരു ഇവന്റ് പെർഫോം ചെയ്യുമ്പോൾ ആ ഇവന്റിന്റെ കൂടെ ഞാനൊരു ഇവന്റ് പെർഫോം ചെയ്യാണ്, ആ ഇവന്റിന്റെ കൂടെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനൊരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊന്നും മനസ്സിലായി എന്ന് വരില്ല. അതായത് ഇപ്പൊ എനിക്ക് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഞാനിപ്പോ സപ്പോസ് ഒരു സ്റ്റോറിന്റെ ഓണർ ആണ്. അപ്പൊ എനിക്ക് ആ സ്റ്റോറിലോട്ട് വരുന്ന ഡാറ്റാസ് എന്ത് ചെയ്യണം, എന്റെ ഡാറ്റാബേസിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഓരോ ഡാറ്റ വരുമ്പോഴും ഞാൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ അതിനെ മറ്റൊരു ടേബിളിലും കൂടെ സേവ് ചെയ്യുവാണ്. അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇപ്പൊ എന്റെ ഒറിജിനൽ ടേബിൾ മിസ്സാണെങ്കിലും എനിക്ക് ആ ഒരു എന്താ പറയാ ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഞാനൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ ടേബിളിൽ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ അതോടൊപ്പം തന്നെ ആ ഡാറ്റനെ മറ്റൊരു സ്പേസിൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു കാര്യം പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ട്രിഗർ യൂസ് ചെയ്യാം. ഒറിജിനൽ ഡാറ്റ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടേബിളിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ ആ ടേബിളിലോട്ട് മാത്രമല്ല അഡീഷണൽ ആയിട്ട് വേറൊരു സ്പേസിലൂടെ അല്ലെങ്കിൽ വേറൊരു ടേബിളിലോട്ട് കൂടെ ഇതേ ഡാറ്റനെ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ചെയ്യാണ്. നമ്മളായിട്ട് പുതിയ ടേബിളിലോട്ട് സ്റ്റോർ ചെയ്യല്ല ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ ടേബിളിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു ടേബിളിലോട്ട് ഓട്ടോമാറ്റിക്കലി ഡാറ്റ സ്റ്റോർ ആവുന്നു. ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ട്രിഗർ യൂസ് ചെയ്യാം. ഇവിടെ മാത്രമല്ല, ഇതിപ്പോ ഇൻസേർഷന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മാത്രമല്ല, പല സിറ്റുവേഷനിലും നമുക്ക് ഇതുപോലെ ട്രിഗേഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. വേറൊരു സിറ്റുവേഷൻ, ഇതുപോലെ പല സിറ്റുവേഷൻ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ട്രിഗർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആണ് വരുന്നത്. ഒന്ന് ബിഫോർ ട്രിഗർ ഉണ്ട്, മറ്റേത് ആഫ്റ്റർ ട്രിഗർ ഉണ്ട്. ബിഫോർ ട്രിഗർ എന്ന് പറയുന്നത് ഒരു ഇവന്റ് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ചെയ്യുന്ന ട്രിഗറിനെയാണ് ബിഫോർ ട്രിഗർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പേ ഒരു ട്രിഗർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബിഫോർ ട്രിഗർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ബിഫോർ ട്രിഗർ എന്ന് പറയുമ്പോൾ ഒരു ഇവന്റ് പെർഫോം ചെയ്യുന്നതിന്റെ മുമ്പിൽ അല്ലെ, ഒരു ഇവന്റ് പെർഫോം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു ട്രിഗർ വർക്ക് ചെയ്യുന്നതിനെയാണ് ബിഫോർ ട്രിഗർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ട്രിഗർ എന്ന് പറയുന്നത് ഒരു ഇവന്റ് പെർഫോം ചെയ്തതിന് ശേഷം ഒരു ട്രിഗർ പെർഫോം ചെയ്യുന്നതിനെയാണ് ആഫ്റ്റർ ട്രിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ട്രിഗർ ഡിഫറെന്റ് കമാൻഡുകളുടെ കൂടെ വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു ഇൻസേർട്ടിന്റെ കൂടെ വർക്ക് ചെയ്യും അല്ലെ. ഒരു ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അഡീഷണലി വേറൊരു ടേബിളിലോട്ട് ഓട്ടോമാറ്റിക്കലി അതേ ഡാറ്റ തന്നെ സേവ് ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇൻസേർട്ടിന്റെ കൂടെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പൊ ട്രിഗർ ഇവന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇൻസേർട്ട് ആണ്. ബിക്കോസ് ഇൻസേർട്ട് എന്ന് പറയുന്ന ഇവന്റിന്റെ കൂടെ ട്രിഗർ വർക്ക് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആണ്. നമ്മളൊരു ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിഗറിലും ട്രിഗർ ടേബിളിനകത്തും നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തോളും. നമ്മൾ ടേബിളിന് അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം ഓട്ടോമാറ്റിക്കലി മറ്റൊരു ടേബിളിൽ ഇതേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതാണ് അപ്ഡേറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. ദെൻ ഡിലീറ്റ് ട്രിഗർ ഉണ്ട്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഡാറ്റ ഒരു ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം തന്നെ ട്രിഗർ ടേബിളിൽ നിന്ന് ആ ഡാറ്റ ഓട്ടോമാറ്റിക്കലി എന്താകും, ഡിലീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് ഡിലീറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഫോർ ട്രിഗറും പെർഫോം ചെയ്യാൻ പറ്റും, ആഫ്റ്റർ ട്രിഗറും പെർഫോം ചെയ്യാൻ പറ്റും. ബിഫോർ ട്രിഗർ എന്ന് പറയുമ്പോൾ ഇവന്റ് പെർഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് വർക്ക് ചെയ്യും. ആഫ്റ്റർ ട്രിഗർ എന്ന് പറയുമ്പോൾ ഇവന്റ് പെർഫോം ചെയ്യുന്നതിന്റെ ശേഷം, ഇവന്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞ ശേഷം വർക്ക് ചെയ്യും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻസേർട്ടിന്റെ കൂടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാന്നാണ്. ഇൻസേർട്ട് കമാൻഡിന്റെ കൂടെ എങ്ങനെയാണ് ഒരു ട്രിഗർ വർക്ക് ചെയ്യുന്നത്, ബിഫോറും ആഫ്റ്ററും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ആഫ്റ്റർ നോക്കാം. ആഫ്റ്റർ ട്രിഗർ എങ്ങനെ ഇൻസേർട്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം.
ഓക്കെ. ആഫ്റ്റർ ട്രിഗർ ആദ്യം നോക്കാം. സാധാ പോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യണം. ഞാൻ യൂസ് DB2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം എനിക്കൊരു ഒറിജിനൽ ടേബിൾ വേണം. അതല്ലാണ്ട് എന്ത് വേണം? ട്രിഗറിന്റെ ഒരു ടേബിളും വേണം. അല്ലെ? ഒറിജിനൽ ടേബിൾ എനിക്ക് ഉണ്ടെങ്കിൽ ആ ഒറിജിനൽ ടേബിളിനകത്ത് ഞാൻ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഇൻസേർഷനാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്കിവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. ഈ ഓർഡേഴ്സ് എന്ന് പറയുന്ന ടേബിളിലോട്ട് ഞാൻ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി മറ്റൊരു ടേബിളിലോട്ട് കൂടെ സ്റ്റോർ ആകുന്നു. ഈ ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? എന്റെ ഒറിജിനൽ ടേബിളിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഒറിജിനൽ ടേബിൾ പേര് ഓർഡേഴ്സ് എന്നാണ്. അതിനകത്തോട്ട് ഓർഡർ ഐഡിയും ഓർഡർ ഡേറ്റും ആണ് വരുന്നത്. ഇത് റൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ട്രിഗറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ വേണം. ആ ടേബിളിന്റെ സ്ട്രക്ചർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഇൻസേർഷൻ ഓപ്പറേഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ട്രിഗർ ടേബിളിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചർ ആണ് ഞാൻ അടുത്തത് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ ഓർഡർ ലോഗ്. ഇത് ഓർഡേഴ്സ് ആയിരുന്നു. അതിനകത്ത് ഓർഡർ ഐഡിയും ഓർഡർ ഡേറ്റും ആണ് ഉള്ളത്. ഓർഡർ ഐ ഡി പ്രൈമറി കീ ആണ്, ഇന്റിജർ ആണ്. ഓർഡർ ഡേറ്റിന്റെ ടൈപ്പ് ഞാൻ ടൈം സ്റ്റാമ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഡേറ്റ് എന്ന് പറയുന്നത് കറന്റ് ടൈം സ്റ്റാമ്പ്, അതായത് നമ്മുടെ കറന്റ് ഡേറ്റ് ആയിരിക്കും ഓർഡർ ഡേറ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ അത് അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഓർഡർ ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിഗർ ടേബിളിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് ലോഗ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്. അതാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്, അതായത് ഓട്ടോമാറ്റിക്കലി ആ വാല്യൂസ് വരും. പിന്നെ നമ്മുടെ മുമ്പത്തെ ടേബിളിനകത്ത് ഓർഡർ ഐ ഡി, ഓർഡർ ഡേറ്റ്, അതിന്റെ കൂടെ മെസ്സേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെയാണ് ആർക്കുള്ളത്? ട്രിഗർ ടേബിളിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, ഒരു സ്റ്റോറിന്റെ ഓണറാണ്. അപ്പൊ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരും. ഈ വരുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ തന്നെ എന്റെ ഒറിജിനൽ ടേബിളിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓർഡേഴ്സ് എന്ന് പറയുന്ന എന്റെ ഒറിജിനൽ ടേബിളിലോട്ട് ഞാൻ വരുന്ന ഓരോ ഡാറ്റാസും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ വൺസ് എനിക്ക് ആ ഒരു ടേബിൾ മിസ്സായി കഴിഞ്ഞാലും ആ ഡാറ്റാസ് എന്റെ നിന്ന് പോകാൻ പാടില്ല. അതാണ് എന്റെ ഉദ്ദേശം. ആ ഡാറ്റാസ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് നമ്മുടെ ഓർഡർ ലോഗ് എന്ന് പറയുന്ന ട്രിഗർ ടേബിളിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ട്രിഗറിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അടുത്തത് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ട്രിഗറിന് വേണ്ടി ടേബിളിന്റെ സ്ട്രക്ചർ ആയി. ഇനി ഓട്ടോമാറ്റിക്കലി ഇത് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിഗറിന്റെ കോഡ് നമ്മൾ കൊടുക്കണം. ട്രിഗർ ആഫ്റ്റർ, അതായത് ഒരു ഇൻസർഷൻ കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യേണ്ട ട്രിഗർ ആണിത്. ഞാൻ എന്റെ ഓർഡേഴ്സ് ടേബിളിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ വാല്യൂസിന് എന്റെ പുതിയ ടേബിളിലോട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇൻസർഷൻ കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യേണ്ട ട്രിഗർ ആണ്, ആഫ്റ്റർ ട്രിഗർ ആണ് ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഒറിജിനൽ ടേബിളിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എന്റെ പുതിയ ട്രിഗർ ടേബിളിലോട്ട് ആ വാല്യൂസിന് സ്റ്റോർ ആകുന്നു. അപ്പോൾ ഒരു ഇവന്റ് പെർഫോം ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്ന ട്രിഗർ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആഫ്റ്റർ ട്രിഗർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആഫ്റ്റർ ട്രിഗർ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നു. ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം. നമ്മൾ എന്താ പറയാ, ക്രിയേറ്റ് ടേബിൾ നെയിം എന്ന് പറയുന്ന പോലെ ക്രിയേറ്റ് ട്രിഗർ, ട്രിഗർ നെയിം. ട്രിഗറിന്റെ പേര് ഇപ്പൊ ഞാൻ ആഫ്റ്റർ ഓർഡർ ഇൻസേർട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ ഓർഡർ ഇൻസേർട്ട്, ഓർഡർ ഇൻസേർട്ടിന്റെ ശേഷം പെർഫോം ചെയ്യുന്ന ട്രിഗർ എന്നുള്ള രീതിക്ക് ആഫ്റ്റർ ഓർഡർ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രിഗറിന് പേര് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിന്റെ താഴെ കൊടുത്തേക്കുന്നത് നോക്കിയാൽ ആഫ്റ്റർ ഇൻസേർട്ട് ഓൺ ഓർഡേഴ്സ്. ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ? ഒറിജിനൽ ടേബിൾ അല്ലെ? ഒറിജിനൽ ടേബിളിലോട്ട് ഒരു ഇൻസേർഷൻ പെർഫോം ചെയ്തതിന് ശേഷം എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ആഫ്റ്റർ ഇൻസേർട്ട് ഓൺ ഓർഡേഴ്സ് ടേബിളിലോട്ട് ഒരു ഇൻസേർഷൻ പെർഫോം ചെയ്തതിന് ശേഷം എന്തോ ഒരു ആക്ടിവിറ്റി അവിടെ പെർഫോം ചെയ്യണം. എന്താ ആക്ടിവിറ്റി? ഫോർ ഈച്ച് റോ, ഓരോ റോയിലും എന്തോ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഒരു ബിഗിൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അതിനകത്തോട്ടേക്ക് നമുക്ക് കൊടുക്കുക ഇൻസേർട്ട് ഇൻ ടു ഓർഡർ ലോഗ്. ഓർഡർ ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ട്രിഗർ ടേബിൾ ആണ് ഓർഡർ ലോഗ്. ഈ സ്ട്രക്ചർ ആണ് ഓർഡർ ലോഗ്. ആ ഓർഡർ ലോഗിലോട്ട് ഇൻസേർട്ട് ചെയ്യണം എന്ത്? ഓർഡർ ഐ ഡി, മെസ്സേജ് ഇൻസേർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഡർ ഐ ഡിയും മെസ്സേജും ഓർഡർ ലോഗ് എന്ന് പറയുന്ന ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഓൾറെഡി ലോഗ് ഐ ഡി എന്ന് പറയുന്ന ഒരു കോളം കൂടി ഉണ്ട്. ലോഗ് ഐ ഡി നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. ലോഗ് ഐ ഡിയിലോട്ടുള്ള വാല്യൂസ് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബാക്കി രണ്ടുപേരെ കൊടുത്തിട്ടുള്ളത്. ഓർഡർ ഐ ഡിയിലോട്ടും മെസ്സേജിലോട്ടും ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി എന്തൊക്കെ ഡാറ്റാസ് ആണ് കൊടുക്കേണ്ടത്? ഈ ഓർഡർ ടേബിളിൽ വരുന്ന ഡാറ്റാസ് ആണ് ഈ ഓർഡർ ലോഗിലോട്ട് പാസ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ വാല്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓർഡർ ഐ ഡിന്റെ കറസ്പോണ്ടിങ്ങിൽ നമ്മൾ ന്യൂ ഡോട്ട് ഓർഡർ ഐ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെസ്സേജിന്റെ കറസ്പോണ്ടിങ് നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടി ആ മെസ്സേജ് കൊടുക്കാം. ഓക്കെ, വാല്യൂസിനകത്ത് ന്യൂ ഡോട്ട് ഓർഡർ ഐ ഡി. ന്യൂ ഡോട്ട് ഓർഡർ ഐ ഡി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓർഡർ ടേബിളിൽ വരുന്ന ആദ്യത്തെ പുതിയ ഡാറ്റ എന്താണോ ആ പുതിയ ഡാറ്റേനെ ഓർഡർ എന്താ പറയാ ഓർഡർ ലോഗിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അതുകൊണ്ട് ന്യൂ ഡോട്ട്
ഓർഡർ ഐ ഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളായിട്ട് കൊടുക്കുന്ന പുതിയൊരു ഫീൽഡ് ആണ്. അതായത് ന്യൂ ഓർഡർ ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഞാൻ അവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ആ മെസ്സേജ് അവിടെ ഒന്ന് ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ എൻഡ് കൊടുത്തു. എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെയാണ്. ഇതാണ് ട്രിഗർ എന്ന് പറയുന്ന ആ ഒരു ടേബിളിലോട്ട് ഓട്ടോമാറ്റിക്കലി ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ്. അപ്പൊ ആദ്യം ട്രിഗർ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഇത് ആഫ്റ്റർ ട്രിഗർ ആണ്. അതുകൊണ്ട് തന്നെ ഇൻസേർട്ട് ഓപ്പറേഷന് ശേഷം പെർഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആഫ്റ്റർ ഇൻസേർട്ട് കൊടുത്തു. ഓൺ ഏത് ടേബിളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പെർഫോം ചെയ്യേണ്ടത്. ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ടേബിളിൽ ഇൻസേർഷൻ പെർഫോം ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. ഇനി അത് എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത്? ഫോർ ഈച്ച് റോ, ഓരോ റോയിന്റെ അകത്തും സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? ഓരോ റോയിലും വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. എന്തൊക്കെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഓർഡർ ലോഗ് എന്ന് ഓർഡർ ഐ ഡിയും മെസ്സേജും ആണ്. ശരിക്കും നമ്മളിവിടെ ലോഗ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. ലോഗ് ഐ ഡി കൂടെ ഇൻസേർട്ട് ആവണമായിരുന്നു. പക്ഷെ ഓട്ടോ ഇൻക്രിമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ വാല്യൂസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആകും. സോ നമ്മൾ അതിനിവിടെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പാസ് ചെയ്യേണ്ടത് ആരെയാണ്? ഓർഡർ ഐ ഡിനെയും മെസ്സേജിനെയും. ഓർഡർ ഡേറ്റും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇത് കറന്റ് ടൈം സ്റ്റാമ്പ് ആണ്. ഇന്നത്തെ ഡേറ്റ് എന്താണോ ആ ഒരു ഡേറ്റ് ആണ് അവിടെ വരിക. ഓക്കെ, അത് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് പാസ് ചെയ്യണമെന്നില്ല. പാസ് ചെയ്താലും പാസ് ചെയ്തില്ലെങ്കിലും ആ ഒരു ഡീഫോൾട്ട് കിടക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഡീഫോൾട്ട് ആയിട്ട് ഇപ്പോഴത്തെ ടൈം കൊടുത്താൽ മതി എന്ന് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈം തന്നെ അവിടെ പൊക്കോളും. പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട ആളുകൾ ഓർഡർ ഐ ഡിയും മെസ്സേജും ആണ്. അപ്പൊ ആ ഓർഡർ ഐ ഡിനെയും മെസ്സേജിനെയും നമ്മൾ ഇതിന്റെ അകത്തോട്ടേക്ക് പാസ് ചെയ്യുന്നു. അതിന് വേണ്ട വാല്യൂസ് കൊടുക്കുന്നു. വാല്യൂ കൊടുക്കുന്ന ടൈമിൽ ഓർഡർ ഐ ഡി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓർഡേഴ്സ് ടേബിളിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രണ്ടിൽ ന്യൂ ഡോട്ട് ഓർഡർ ഐ ഡി എന്ന് കൊടുക്കണം. മെസ്സേജ് നമ്മൾ കറക്റ്റ് ആയിട്ട് ന്യൂ ഓർഡർ ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജും കൊടുക്കുക. ഇത്രയായി കഴിഞ്ഞാൽ ട്രിഗറിലോട്ട് ഡാറ്റാസ്, ട്രിഗർ ടേബിളിലോട്ട് ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യാനുള്ള കോഡ് റെഡിയാണ്. ഓക്കെ, ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് നോക്കേണ്ടത്, ഇതൊന്ന് ഞാൻ റൺ ചെയ്യട്ടെ. ട്രിഗറിന്റെ കോഡ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, അത് റൺ ആയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത്, ഞാൻ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടേബിളിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി ഓർഡർ ലോഗിലോട്ട് പോകുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇൻസേർട്ട് ഇൻറ്റു ഓർഡേഴ്സ്, ഓർഡർ ഐ ഡി കൊടുക്കുന്നു, വാല്യൂസ് 101 ഞാൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓർഡേഴ്സിലോട്ടാണ് കൊടുക്കുന്നത്. ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്റെ ഒറിജിനൽ ടേബിളിലോട്ടാണ് കൊടുക്കുന്നത്. ഓർഡർ ഐ ഡി മാത്രം പാസ് ചെയ്താൽ മതി, കാരണം ഓർഡർ ഡേറ്റ് എന്താണ്? കറന്റ് ടൈം സ്റ്റാമ്പ് ആണ്, നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അതെന്താണ്? ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ചേഞ്ച് ചെയ്യേ കൊടുക്കുക വേറെ കൊടുക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ ഓർഡർ ഐ ഡി മാത്രം പാസ് ചെയ്തു. അതിലോട്ട് പോകുന്ന വാല്യൂ 101 ആണ്. ഇതൊന്ന് റൺ ചെയ്യാം. ഓർഡർ ലോഗ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇത് ഞാൻ റൺ ചെയ്തില്ലേ? ഓക്കെ, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് ഇൻറ്റു ഓർഡേഴ്സ്, ആ ഒരു സാധനം ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓർഡേഴ്സ് ടേബിളിലാണ് വരിക അല്ലെ. നമുക്ക് ഓർഡേഴ്സ് ടേബിളിന് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഓർഡേഴ്സ്. ഓക്കെ, സെലക്ട് സ്റ്റാർ ഫ്രം ഓർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ആ ഓർഡേഴ്സ് ടേബിൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഇതാ ഓർഡർ ഐ ഡി നമ്മൾ പാസ് ചെയ്ത 101 ആണ്. ഓർഡർ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡീഫോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ കറന്റ് ടൈം സ്റ്റാമ്പ് ആണ്. കറന്റ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടൈം വിത്ത് ഡേറ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാ ഇത് 10-ാം തീയതി ആണ്, 6-ാം മാസം 2025. ഇന്നത്തെ ഡേറ്റ് വന്നു വിത്ത് ഇപ്പോഴത്തെ കറന്റ് ടൈം. ആ ഒരു ടൈം അടക്കം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇത് ഓർഡേഴ്സ് ടേബിൾ ആണ്. ഇതിന്റെ ഒറിജിനൽ ടേബിൾ ആണ്. ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്ന ഡാറ്റ ട്രിഗർ ടേബിളിൽ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ട്രിഗർ ടേബിളിനെ സംബന്ധിച്ച് അതിനകത്ത് 4 കോളംസ് ഉണ്ട്. ഒന്ന് ലോഗ് ഐ ഡി, അത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്, ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഓർഡർ ഐ ഡി എന്ന് പറയുന്നത് ഞാനിവിടെ പാസ് ചെയ്തിട്ടുള്ള 101 തന്നെ ആയിരിക്കണം അവിടെ വന്നിട്ടുണ്ടാവേണ്ടത്. ഓർഡർ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ടൈം സ്റ്റാമ്പ് കറന്റ് ടൈം സ്റ്റാമ്പ് ആണ്. ഇപ്പോഴത്തെ ഇന്നത്തെ കറന്റ് ഡേറ്റ് വിത്ത് ടൈം ആയിരിക്കണം അവിടെ ഉണ്ടായിക്കേണ്ടത്. മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ന്യൂ ഓർഡർ ആഡഡ് സക്സസ്ഫുള്ളി, ആ ഒരു മെസ്സേജ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം ഓർഡർ ലോഗ് കൊടുക്കുകയാണ്. ഇതാ ഓർഡർ ലോഗ് കൊടുക്കുമ്പോൾ ഞാൻ എക്സ്റ്റേണലി ഇൻസേർട്ട് ചെയ്യാതെ തന്നെ ട്രിഗർ ടേബിളിനകത്ത് ആ ഓർഡർ ഐ ഡി വന്നിട്ടുണ്ട്, ലോഗ് ഐ ഡി വന്നിട്ടുണ്ട്, ഓർഡർ ഡേറ്റ് വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഒറിജിനൽ ടേബിളിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്തപ്പോൾ അത് ട്രിഗർ ടേബിളിലോട്ട് കൂടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ഇവന്റ് പെർഫോം ചെയ്തപ്പോൾ ആ ഇവന്റിന്റെ കൂടെ പെർഫോം ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചു? ഈ ഒരു ട്രിഗർ ടേബിളിന് സാധിച്ചു. ക്ലിയർ ആണോ? അത് കുറച്ചൊരു ലിറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് ട്രിഗർ ടേബിളിന്റെ സ്ട്രക്ചർ, ഇത് ഒറിജിനൽ ടേബിളിന്റെ സ്ട്രക്ചർ. ഒന്ന് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇങ്ങനെ നോട്ട് ചെയ്തോ. ഇത് ഒറിജിനൽ ടേബിളിന്റെ
ചെയ്തു മാം. അതിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്തായിരുന്നോ? ഇൻസേർഷൻ ചെയ്തോ? ആ നോക്കി ടേബിൾ ഓക്കെ. കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഇൻസേർട്ടില് ആഫ്റ്റർ ട്രിഗർ എന്ന് പറയുന്നത്. ഇനി ഇൻസേർട്ടിൽ തന്നെ ബിഫോർ ട്രിഗർ ഉണ്ട്. ഈ ബിഫോർ ട്രിഗർ പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനകത്ത് എനിക്കിപ്പോ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ മിനിമം നമുക്കൊരു എന്താ പറയാ 500 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഒരു 200 രൂപ കൊണ്ടുപോയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണിക്കും, 200 വെച്ചുകൊണ്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കണം. അപ്പൊ ഇവിടെ ആക്ച്വലി പെർഫോം ചെയ്യുന്നത് ബിഫോർ ഇൻസേർട്ട് ട്രിഗർ ആണ്. അതായത് ഇവിടെ എനിക്ക് ഇതുപോലെ തന്നെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനകത്ത് ഞാൻ അക്കൗണ്ട് ഐ ഡി, കസ്റ്റമറിന്റെ നെയിം, ഇനീഷ്യൽ പിന്നെ കസ്റ്റമർ നെയിം ഉണ്ട്, ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ടേബിളിനകത്ത് ഉള്ളത്. ദെൻ അതിനുശേഷം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട്സിനകത്ത് പെർഫോം ചെയ്യേണ്ടത്. ഞാനിപ്പോ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 200 ആണ് അടയ്ക്കുന്നതെങ്കിൽ, 200 ആണ് ഞാൻ ഡാറ്റ പാസ് ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യാൻ പറ്റില്ല. മിനിമം 500 വേണം. വേണ്ടത്. ഇത് ചെയ്യാൻ പറ്റില്ല. മിനിമം എന്താ പറയാ 500 വേണം എന്നുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ പോലെയല്ല. ഇവിടെ എന്ന് പറയുന്നത് ഒരു ടേബിളിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടേബിളിലോട്ട് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ 500 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ താഴെയുള്ള ഒരു ഡാറ്റയാണ് ഞാൻ പാസ് ചെയ്യുന്നതെങ്കിൽ എന്നോട് പറയണം ഇനീഷ്യൽ എമൗണ്ട് നമുക്ക് 500 ഉണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 200 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് കാണിക്കണം. അപ്പൊ ഒറിജിനൽ ഒരു ടേബിളിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, ബിഫോർ ഇൻസേർട്ട് ട്രിഗർ പെർഫോം ചെയ്യണം. ഇപ്പൊ നേരത്തെ പോലെ തന്നെ ക്രിയേറ്റ് ട്രിഗർ, ട്രിഗറിന്റെ പേര് ഇപ്പൊ ബിഫോർ അക്കൗണ്ട് ഇൻസേർട്ട് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ആഫ്റ്റർ ഇൻസേർട്ട് ഓൺ ടേബിൾ നെയിം എന്ന് കൊടുത്തു. ഇവിടെ ഇൻസേർട്ട് ഓൺ അക്കൗണ്ട്സിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ ബിഫോർ, മുമ്പായിട്ട് പെർഫോം ചെയ്യേണ്ട ട്രിഗർ ആണ്. ഇപ്പൊ ബിഫോർ ഇൻസേർട്ട് ഓൺ ടേബിൾ നെയിം കൊടുത്തു. ദെൻ ഫോർ ഈച്ച് റോ, നേരത്തെ പോലെ തന്നെ ഫോർ ഈച്ച് റോ ബിഗിൻ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഇഫ് ന്യൂ ഡോട്ട് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ലെസ് ദാൻ 500 ആണോ എന്നുള്ളത്. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒറിജിനൽ ടേബിളിലോട്ട് കൊടുക്കുന്ന പുതിയ ഡാറ്റ. ആ ഒറിജിനൽ ടേബിളിലോട്ട് കൊടുക്കുന്ന ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ലെസ് ദാൻ 500 ആണെങ്കിൽ, ദെൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അവിടെ ഒരു സിഗ്നൽ SQL സ്റ്റേറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു സെറ്റ് മെസ്സേജും ഉണ്ട്. സെറ്റ് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഈ 500നേക്കാൾ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് കാണിക്കണം, മിനിമം ഡെപ്പോസിറ്റ് 500 ആണ്. അപ്പൊ അതിൽ കുറവുള്ളതൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ആ ഒരു മെസ്സേജ് കാണിക്കണം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഞാൻ കൊടുക്കുന്ന ഒറിജിനൽ ടേബിളിലോട്ട് ഞാൻ കൊടുക്കുന്ന ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, അതാണ് ന്യൂ ഡോട്ട് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് ലെസ് ദാൻ 500 ആണെങ്കിൽ ദെന്നകത്ത് നമ്മളൊരു സെറ്റ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, മിനിമം ഡെപ്പോസിറ്റ് മസ്റ്റ് ബി 500. ലെസ് ദാൻ 500 ആണ് നിങ്ങൾ പാസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണിക്കണം, ഒരു മെസ്സേജ് കാണിക്കണം, മിനിമം ഡെപ്പോസിറ്റ് മസ്റ്റ് ബി 500 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കാണിക്കണം. അപ്പൊ ഇതെന്താണ്, സിഗ്നൽ SQL സ്റ്റേറ്റ് 45,000 എന്ന് പറയുന്നത്. അതായത് അതൊരു എറർ മെസ്സേജ് ആണ്. ആ മുകളിലുള്ള സംഭവം ഈ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ലെസ് ദാൻ 500 ആണെങ്കിൽ ആദ്യം അവിടെ ഒരു എറർ നമുക്ക് കാണിക്കണം. ആ എറർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ SQL സ്റ്റേറ്റ് 45,000 എന്ന് കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി അക്കൗണ്ട്സ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, വീണ്ടും അതിനെ റൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എറർ ആയിട്ട് കാണിക്കും.
അല്ലെ? ഞാൻ ദാ വീണ്ടും ആ ഒരു അക്കൗണ്ട്സ് റൺ ചെയ്യുമ്പോൾ എനിക്ക് ഇതിങ്ങനെ എറർ കോഡ് ടേബിൾ അക്കൗണ്ട്സ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ ഞാനിപ്പോൾ ലെസ് ദാൻ 500 ഒരു 200 എന്നുള്ള ഒരു ഡാറ്റയാണ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതുപോലൊരു ഇൻറ്റു കാണിച്ചിട്ട് ഒരു എറർ മെസ്സേജ് കാണിക്കണം. ആ എറർ മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 45,000 സിഗ്നൽ എസ്ക്യൂഎൽ സ്റ്റേറ്റ് 45,000 എന്ന് കൊടുക്കുന്നത്. അതായത് 45,000 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു എറർ മെസ്സേജ്, ഇവിടെ എറർ കോഡ് 1050 എന്ന് കണ്ടില്ലേ? അതുപോലെ വരുന്ന ഒരു എറർ കോഡാണിത്. ആ എറർ കോഡ്, ആ ഒരു എറർ അവിടെ ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെ ഇൻറ്റു കൊടുത്തിട്ടുള്ള ഒരു എറർ ജനറേറ്റ് ചെയ്യണം. വൺസ് നിങ്ങൾ 500ന് ലെസ് ദാൻ എമൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ. അതോടൊപ്പം തന്നെ ആ എററിന്റെ കൂടെ ഇവിടെ നമുക്ക് എററിന്റെ കൂടെ കാണിക്കുന്നുണ്ട് ടേബിൾ അക്കൗണ്ട്സ് ഓൾറെഡി എക്സിസ്റ്റ്. അതാണ് ആ ഒരു എറർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എററിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കാണിക്കണം? ടെക്സ്റ്റ് മെസ്സേജ് കൂടെ കാണിക്കണം. ആ മെസ്സേജ് ആണ് മിനിമം ഡെപ്പോസിറ്റ് മസ്റ്റ് ബി 500 എന്ന് പറയുന്നത്. ഈ ടേബിൾ അക്കൗണ്ട്സ് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുന്നതിന് പകരം മിനിമം ഡെപ്പോസിറ്റ് മസ്റ്റ് ബി 500 എന്നും അവിടെ ഇതുപോലൊരു എറർ നമുക്ക് ഇങ്ങനെ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽ എസ്ക്യൂഎൽ സ്റ്റേറ്റ് 45,000 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അത് എൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് റൺ ചെയ്ത് കാണിച്ചു തരാം. ട്രിഗർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നു. ആദ്യം ഞാൻ 600 ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. 600 എന്ന് പറയുമ്പോൾ അത് എബവ് 500 ആണ് അല്ലെ? അത് സക്സസ്ഫുള്ളി ഇൻസേർട്ട് ആകും. ഇതാ കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കിക്കോ, ഞാൻ കൊടുക്കുന്നത് 400 ആണ്. 400 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ എമൗണ്ടിനേക്കാൾ ലെസ് ദാൻ ആണ്. അപ്പൊ ശരിക്കും ഈ ഒരു ഡാറ്റനെ നമ്മുടെ ട്രിഗർ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല? ടേബിളിലോട്ട് ആഡ് ആകാനായിട്ട് സമ്മതിക്കില്ല. ട്രിഗർ അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും. ഈ ഒരു എറർ മെസ്സേജ് ആയിരിക്കും കാണിക്കുക. ആ ഒരു കോഡ് റൺ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ ട്ടോ. ഇതാ കണ്ടോ? ഒരു എറർ മെസ്സേജ് അവിടെ കാണിക്കുന്നുണ്ട്. ആ എറർ മെസ്സേജ് എന്താണ്? മിനിമം ഡെപ്പോസിറ്റ് മസ്റ്റ് ബി 500. 400 എന്ന് പറയുന്ന ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ട്രിഗർ സമ്മതിക്കില്ല. കാരണം ട്രിഗർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് 500ൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 500ൽ ലെസ് ദാൻ ആണെങ്കിൽ ഈ പറയുന്ന എറർ ജനറേറ്റ് ചെയ്യണം. ഇതാണ് ബിഫോർ ഇൻസേർട്ടിൽ ഒരു ട്രിഗർ വർക്ക് ചെയ്യുന്നത്. ബിഫോർ ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ ഇൻസേർട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ട്രിഗർ വർക്ക് ചെയ്യുക അല്ലെ? 400 എന്ന് പറയുന്ന വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്രിഗർ അവിടെ വർക്ക് ചെയ്തു. 400 ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിൽ ഒരു ഇൻസേർഷൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ചെയ്യുന്ന ട്രിഗറിനെയാണ് ബിഫോർ ട്രിഗർ എന്ന് പറയുന്നത്. ഇത് ബിഫോർ ഇൻസേർട്ട് ട്രിഗർ ആണ്. ഇൻസേർട്ട് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ചെയ്യുന്ന ട്രിഗർ ആയതുകൊണ്ട് ഇതിനെ ബിഫോർ ഇൻസേർട്ട് ട്രിഗർ എന്ന് പറയും. നേരത്തെ നമ്മൾ ചെയ്തത് ആഫ്റ്റർ ഇൻസേർട്ട് ട്രിഗർ ആയിരുന്നു. ട്രിഗറിന് ശേഷം പെർഫോം ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്താണോ അത് അതേപോലെ മറ്റൊരു ടേബിളിലോട്ട് കൊടുക്കുക. അത് ആഫ്റ്റർ ഇൻസേർട്ട് ട്രിഗർ ആണ്. ഇത് ബിഫോർ ഇൻസേർട്ട് ട്രിഗർ ആണ്. ഓക്കെ, അതൊന്ന് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അക്കൗണ്ട്സ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ട്രിഗർ ക്രിയേറ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് നോക്കാം.